എല്ലാവർക്കും ജോൺ പെർണാഡോസിന്റെ പുതിയൊരു വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iPhone 17 സീരീസിന്റെ നമ്മുടെ ലേറ്റസ്റ്റ് ലീക്സിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം iPhone 17 ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ലീക്സ് നമുക്ക് കുറച്ച് ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ iPhone 17 സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ 6 സീരീസ് ആയിരിക്കും വരുന്നത്. 6 സീരീസ്. അപ്പോൾ നമ്മുടെ 6 സീരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 17, iPhone 17 പ്ലസ്, നമ്മുടെ iPhone 17 Pro, iPhone 17 Pro Max, പിന്നെ വേറെ 2 പുതിയത് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 17 Ultra എന്ന് പറഞ്ഞത് വരുന്നുണ്ട്. അതുപോലെ തന്നെ iPhone 17 Airഉം വരുന്നുണ്ട്. അപ്പം ഇത് വരുമെന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് ലേറ്റസ്റ്റ് ലീക്സിൽ പറയുന്നത് ഇത് വരുമെന്നാണ്. മൊത്തത്തിൽ 6 സീരീസ് ഉണ്ട് ഒക്കെ iPhone 7. പക്ഷെ ഇപ്പം പറയുന്ന 6 സീരീസിൽ iPhone 17 Proയിനും അതുപോലെ തന്നെ Pro Maxനും ഡിസൈൻ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡിസൈൻ, നമ്മുടെ ക്യാമറേൻ്റെ അവിടുത്തെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിൻ്റെ പുറകിലത്തെ ഒരു ബോഡീൻ്റെ നടുക്ക് ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. നടുക്ക് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഐഫോണിൻ്റെ ഒരു നടുക്ക് നമ്മുടെ ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഒരു മെറ്റലിൻ്റെ ഇത് പോയി ഇപ്പോൾ വീണ്ടും അലുമിനിയം ആക്കി കേട്ടോ. നമ്മുടെ ഫ്രെയിം കണ്ട് അലുമിനിയം ആക്കിയെന്നാണ് ലീക്സിൽ പറയുന്നത്. ഒറിജിനലാണോ എന്തായാലും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഒറിജിനലാണോ എന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലീക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇതിന് കുറച്ചുകൾ മുമ്പ് നമ്മുടെ iPhone 17 സീരീസിൽ വേറൊരു ലീക്സ് വന്നായിരുന്നു. ആ ലീക്സ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ iPhone 17 Pro ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലീക്സ് വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ല ഇരിക്കുന്നത്. കാരണം ഐഫോണിൻ്റെ ഡിസൈൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്യാമറേൻ്റെ ഒരു ഡിസൈൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. iPhone 17 ഒരു ഡിസൈൻ, ക്യാമറ ഡിസൈൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പേഷ്യൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ മെയിൻ ക്യാമറയും ഇങ്ങനെ കറക്റ്റ് അലൈനായിട്ടിരിക്കണം. അതായത് അൾട്രാ വൈഡിൻ്റെ നേരെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മെയിൻ ക്യാമറ ഇരിക്കണം, എന്നാലേ നമ്മുടെ സ്പേഷ്യൽ വീഡിയോ പറ്റുള്ളൂ. ഈ സ്പേഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യൽ വീഡിയോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ വിഷൻ പ്രോ വേണം, നമ്മുടെ ആപ്പിളിൻ്റെ VR അതുണ്ടെങ്കിൽ നമ്മുടെ സ്പേഷ്യൽ വീഡിയോ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫാക്റ്റ് ഉണ്ട്, നമ്മുടെ iPhone 16 പ്ലസിൻ്റെയും ഡിസൈൻ മാറാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഒരു 16 പ്ലസിലും ഐഫോണിന് നമുക്ക് മറ്റേ സ്പേഷ്യൽ വീഡിയോ ഇത്ര ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ iPhone 16 തൊട്ടായിരുന്നു സ്പേഷ്യൽ വീഡിയോ വന്നത്. നമ്മുടെ ഫോർ എക്സാമ്പിൾ 15 Proയിലും Pro Maxലും ഈ Pro സീരീസിൽ സ്പേഷ്യൽ വീഡിയോ ഉണ്ടായിരുന്നു. കാരണം മൊത്തം 3 ക്യാമറ ആയിരുന്നു ഉള്ളത്. പക്ഷേ നമ്മുടെ 15 പ്ലസിലൊക്കെ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ക്യാമറ ഡയഗണലായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം iPhone 16 പ്ലസിലും നമ്മുടെ ക്യാമറ ഇതുപോലെയാക്കി. നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറ മുകളിലും അതുപോലെ തന്നെ മെയിൻ ക്യാമറ താഴെ ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ വീഡിയോ ആ ഒരു ബേസ് വേരിയൻസിലും ബേസ് ഐഫോൺസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് iPhone 16 ആ ഒരു ക്യാമറ ഷേപ്പ് മാറിയത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫോണിൽ വരുന്നത് നമ്മുടെ പുതിയ ചിപ്സെറ്റാണ്. നമ്മുടെ A19 ചിപ്സെറ്റാണ് വരുന്നത്. A19 ചിപ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പവർഫുൾ ഒന്നും കാണില്ല. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇപ്പോഴുള്ള മോഡൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ 20-25% കൂടുതൽ എവിടെയും മാറ്റം വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസും കുറച്ച് കൂടും കേട്ടോ. നമ്മുടെ കുറേ AI ഫീച്ചറും പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട്. ഇനി നമ്മൾ പ്രോയിലും Pro Maxിനെയും പറ്റി സംസാരിച്ചു. അപ്പോൾ നമുക്കിനി നോൺ പ്രോ വേരിയൻസിലേക്ക് പോകും. അപ്പോൾ ഈ നോൺ പ്രോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 16 അതുപോലെ തന്നെ 16 പ്ലസ് പോലത്തെയാണ്. അതായത് iPhone 17 17 പ്ലസും ഇവിടെ വലിയ മാറ്റമൊന്നും വരുന്നില്ല, സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേൻ്റെ സൈസ് 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചാക്കി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ആൻഡ് ഫൈനലി നമ്മുടെ നോൺ പ്രോ ഐഫോൺസിലുള്ള ഇത്ര നാളും ഇല്ലാത്തൊരു ഫീച്ചർ iPhone 17ലും 17 പ്ലസ്, അതായത് നമ്മുടെ നോൺ പ്രോ ഐഫോൺസിൽ വരാൻ പോവാണ്. സംഭവം വേറൊന്നുമല്ല, 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേ വരാൻ പോവാണ്. സംഭവം റിഫ്രഷ് റേറ്റ് കേട്ടോ. അപ്പം ഇത്രയും ഇത് വരുന്നതുകൊണ്ട് മറ്റേ നമ്മുടെ ഈ ബ്ലറായിട്ട് നിൽക്കുന്ന പരിപാടിയൊന്നും കാണില്ല. നമ്മുടെ സ്ക്രോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലറായി നിൽക്കുന്ന പരിപാടിയൊന്നും കാണില്ല.
പക്ഷെ ഇത്ര നാളും ഉണ്ടായിരുന്നത്, ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങുമ്പോൾ അതിലുള്ള ഇത്ര നാളും ഉണ്ടായിരുന്നത് 60 ഹെർട്സ് ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷെ നമ്മുടെ പ്രോ ഫോൺസിലൊക്കെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രോ അല്ലാത്ത ഫോൺ, നോൺ പ്രോ ഫോൺസിൽ ഇത്ര നാൾ 60 ഹെർട്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഐഫോൺ മാറ്റിയിട്ട് 120 ഹെർട്സ് ആക്കി. അതായത് 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു LTPO ഡിസ്പ്ലേ ആണ് ഐഫോണിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ 17 പ്രോ മാക്സിൽ നമ്മൾ അതിൻ്റെ തിക്നെസ് കൂട്ടുന്നുണ്ട്. ആ ഫോണിൻ്റെ തിക്നെസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ അടുത്ത വരാൻ പോകുന്ന ഐഫോൺ 17 തിക്നെസ് 8.7 mm തിക്നെസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം കുറച്ച് തിക്നെസ് കൂടും ലേശം. ചിലപ്പോൾ നമ്മുടെ പുതിയ ക്യാമറ ഡിസൈൻ ഒക്കെ വന്നുകൊണ്ടായിരിക്കും നമ്മുടെ തിക്നെസ് കൂട്ടേണ്ടി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 17 അൾട്രയും അതുപോലെ തന്നെ 17 എയറിനെ പറ്റി സംസാരിക്കും. ഐഫോൺ 17 അൾട്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഷവോമിന്റെ അൾട്ര വരുന്നുണ്ട്, നമ്മുടെ വിവോന്റെ അൾട്ര വരുന്നുണ്ട്, ഇപ്പം നമ്മുടെ സാംസങ്ങിന്റെ അൾട്ര ഫോൺ വരെ വരുന്നുണ്ട്. ഇപ്പൊ ഫൈനലി നമ്മുടെ ഐഫോണിനും അൾട്ര സീരീസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഐഫോൺ 17 17 പ്ലസ് വരുന്നു. പക്ഷെ പ്ലസ് വരത്തില്ല. ഐഫോൺ 17 അതുപോലെ തന്നെ 17 എയറേ വരത്തുള്ളൂ. നമ്മുടെ പ്ലസ് ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഐഫോൺ 17 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തിന്നായിട്ടുള്ള ഐഫോൺ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫോട്ടോയിൽ കാണുന്ന പോലെ. അതുപോലെ തന്നെ ഒറ്റ ക്യാമറയേ ഉള്ളൂ. ആ 2 ക്യാമറ എടുത്ത് മറ്റേ ഐഫോൺ എയറിൽ ഒറ്റ ക്യാമറ ഉള്ളൂ. പിന്നെ നമുക്ക് അതേ പുതിയൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഐഫോൺ ആ ഒരു പ്രോയിലും നമ്മുടെ പ്രോ സീരീസിലുണ്ട് പോലത്തെ ഒരു പുതിയൊരു ക്യാമറന്റെ ഡിസൈനും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ലീക്സ്. ഒക്കെ ഇത് റിയൽ ആണോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ചില സംഭവങ്ങളൊക്കെ റിയൽ ആയിരിക്കും. ഒക്കെ ചിലതൊക്കെ നമ്മുടെ ക്യാമറ ഡിസൈൻ അതൊക്കെ ചിലപ്പോൾ റിയൽ ആയിരിക്കും. പക്ഷെ ഇനിയും സെപ്റ്റംബർ ആകാൻ കിടക്കുന്നു. സോ സെപ്റ്റംബർ ആകാൻ നേരത്തെ ഓഗസ്റ്റിലും വല്ലതും ഇനിയും വേറെ പുതിയ ലീക്സ് വരുമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ മാറിയതോ പുതിയ ലീക്സ് ഒക്കെ വരുമായിരിക്കും. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് ലീക്സ് വരുന്നത്. അതുപോലെ നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഐഫോൺ 17 ലീക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതുപോലത്തെ ഒരു ഫോട്ടോസ് ആയിരിക്കും വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഗൂഗിൾ പിക്സലിനെയൊക്കെ കോപ്പി അടിച്ചേക്കുന്ന ഐഫോൺ ക്യാമറ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ലീക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് തെറ്റാണ്. ഓക്കെ, ഈ ലീക്സും ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കറണ്ട് ഇൻഫർമേഷൻ ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഇനി ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും സെപ്റ്റംബറിന് അടുത്ത് വരുമ്പോഴത്തേക്കും സംഭവം ഈ സെപ്റ്റംബറിലാണല്ലോ ഐഫോൺ റിലീസ് ആകുന്നത് എല്ലാ വർഷവും. നമ്മൾ ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും വേറെ കുറേ ലീക്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഐഫോൺ 17 എയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തിന്നസ്റ്റ് ഐഫോൺ എവർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാറ്ററി ബാക്കപ്പ് നല്ലതാണെന്ന്. അപ്പം ബാറ്ററി വരുന്ന നമ്മുടെ ആൻഡ്രോയിഡ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹൈ ഡെൻസിറ്റി ബാറ്ററി എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. നമ്മുടെ സിലിക്കൺ എന്താണ്ടൊക്കെ സെറ്റപ്പാണ് ഐഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ബാറ്ററിൻ്റെ ബാക്കപ്പിൽ നമ്മുടെ 17 സീരീസിൽ വരുന്ന അതേ സെയിം ബാറ്ററിയാണ് വരുന്നത്. സോ നമ്മുടെ ബാറ്ററി വലിയ പ്രശ്നം കാണില്ല. അപ്പം അടുത്തതായിട്ട് ലീക്സ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഐഫോൺ 17 എയറിൽ നമുക്ക് ഒറ്റ ക്യാമറ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒറ്റ ക്യാമറ ഉള്ളൂ. സോ അൾട്രാ വൈഡ് ഇല്ല, നമ്മുടെ ഒരു മെയിൻ ക്യാമറ മാത്രമേ ഉള്ളൂ. ഇതാണ് ലീക്സ്. ഇതൊന്നും റിയൽ ആണോ പോലും അറിയത്തില്ല, ഇപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്പീക്കർ എത്തിലുള്ളൂ. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോൺസിലും മറ്റേ ആപ്പിൾ ഫോൺസിലൊക്കെ പ്രോയിലും അതുപോലെ തന്നെ നോൺ പ്രോയിലും ഒക്കെ വരുന്ന 2 സ്പീക്കർ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഐഫോൺ 17 എയറിൽ ഒറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് ചേഞ്ച് ആവും. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ലീക്സ് വെച്ച് നോക്കുമ്പോൾ ഒറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ബെസ്റ്റ് ആയിരിക്കൂല എന്ന് പ്രതീക്ഷിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള പ്രോ സീരീസിൽ ഐഫോൺ 17 പ്രോ സീരീസിൽ പറയാൻ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ യൂസേഴ്സ് ഇത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ റിവേഴ്സ് വയർലെസ് ചാർജിങ്. ഭയങ്കര പവർ കൂടിയ ചാർജിങ് അല്ല, പക്ഷെ ഒരു 7.5 വാട്ടാണ്. ഇപ്പോൾ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ചാർജ് ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ ഈ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇയർഫോൺസ്, അതായത് നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് ഉണ്ടല്ലോ, അത് ചാർജ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ വേറൊരു ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതറിയത്തില്ല. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐഫോൺ 17 സീരീസിൻ്റെ ലീക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ ജോൺ സുരേൻ സൈനിങ്
ഔട്ട്.